ബാലരാമപുരത്തെ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നുകളഞ്ഞ സംഭവം കേരളത്തെ ഞെട്ടിക്കുകയും കേരളത്തെ കരയിപ്പിക്കുകയും ചെയ്തു. ഒരു പിഞ്ചു കുഞ്ഞ്, അറിവ് വെച്ച് വരുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ജീവനോടെ എടുത്ത് കിണറ്റിലിട്ടു. ഇട്ടത് ആരാണ്? കുട്ടിയുടെ അങ്കിള്, അമ്മാവൻ. ഈ സംഭവം കേരളത്തെ വളരെയധികം കരയിപ്പിച്ചതാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ നെയ്യാറ്റിൻകര DYSP ഷാജിയും പിന്നീട് അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന സുദർശനും റൂറൽ SP-യും ആ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീട്ടിയത് വളരെയധികം ആലോചനയിലും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആ കൊലക്കേസായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അതൊരു ട്രൗണിങ് ആണ്. വെള്ളം കുടിച്ച് തന്നെ ആ കുട്ടി മരിച്ചത്. ഹരികുമാർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ മോട്ടീവ് എന്താണ് എന്നാണ്. എന്തിനാണ് ആ കുഞ്ഞു കൊച്ചിനെ ആ അങ്കിള് എന്ന് പറയുന്ന അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ കിണറ്റിലെടുത്തിട്ടു എന്നുള്ളതാണ്. അതിൻ്റെ മോട്ടീവ് വളരെയധികം ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീധുവിനെ ചോദ്യം ചെയ്തപ്പോൾ ശ്രീധു പറയുന്നത് ആ ഇളയ സഹോദരൻ അല്പസ്വല്പം പ്രശ്നങ്ങളുണ്ട്, അവരുടെ 2 മക്കളെക്കാട്ടിലും കൂടുതൽ ആ സഹോദരനെ സ്നേഹിച്ചു, ഇപ്പോഴും അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ കുടുംബവും ഇവരും എല്ലാം അന്ധവിശ്വാസികളാണ്. അതിന് ശംഖുമുഖത്തുള്ള പ്രദീപ് കുമാർ എന്ന ഒരു മൊട്ടസ്വാമി എന്ന് വിളിക്കുന്ന ആളാണ് കാലങ്ങളായിട്ട് ഇവരുമായിട്ട് അടുപ്പം. അവിടുത്തെ നിത്യ സന്ദർശകരാണ് ഇവരെല്ലാവരും. ഈ വീടുകളിലെ പൂജയും കർമ്മവും ഒക്കെ അയാൾ വന്ന് ചെയ്യും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പൂജ നടത്തുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടി തന്നെയെന്ന് തോന്നുന്നു. അദ്ദേഹം നേരത്തെ ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ മലയാള അധ്യാപകനായിരുന്നു. പിന്നീട് അതിൽ നിന്ന് മാറി ഇയാൾ മുട്ട കച്ചവടം ചെയ്തു. മുട്ട ഹോൾസെയിൽ ട്രക്കറിൽ കൊണ്ട് വിൽക്കുന്ന പണി ഇയാൾ ചെയ്തു. പല പല പണികൾ ചെയ്തിട്ട് അവസാനം പൂജയിലേക്കായി. ഈ പൂജ നടത്താൻ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോവും. ഇവിടെ തന്നെ ഈ ശ്രീധുവിൻ്റെ പിതാവ് മരിച്ചപ്പം അതിൻ്റെ കർമ്മങ്ങൾക്കൊക്കെ ഈ മുട്ടസ്വാമി എന്ന് വിളിക്കുന്ന പ്രദീപ് കുമാറാണ് ശംഖുമുഖം ഇതൊരു ചെറിയ അമ്പലത്തിലെ പൂജാരിയായിട്ടൊക്കെ ഇയാൾ നിന്നു. പക്ഷെ അവിടെ ചില തട്ടിപ്പ് നടത്തിയപ്പോൾ അവിടുന്ന് പുറത്താക്കി. അങ്ങനെ ഇയാളുടെ രീതികളിലൊക്കെ ഒരു ചീറ്റിംഗ് എലിമെന്റ് ഉണ്ട്. അപ്പം ഈ വീട്ടിലെ ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീധുവിൻ്റെ കൈവശത്ത് 30 ലക്ഷം രൂപ അയാൾ തട്ടിച്ചു എന്നൊരു ആരോപണമുണ്ട്. ആ പണം അവർക്ക് എവിടുന്ന് കിട്ടി, അതിന്റെ സോഴ്സ് എന്താണെന്ന് നമുക്ക് വ്യക്തതയില്ല. ഇവർ പല ആൾക്കാരിൽ നിന്നും ശ്രീധു പണം വാങ്ങിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ പലരിൽ നിന്നും അവർ പല പല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവര് ഈ കേസിന്റെ പിന്നാമ്പുറത്തൂടെ സഞ്ചരിക്കുമ്പം അവരുടെ ഒപ്പം നാട്ടുകാരില്ല. അവരെല്ലാം ഇവർക്കെതിരാണ്. ആ കൊലപാതകയായ ഹരികുമാറിനെക്കാട്ടിലും വളരെ മോശമായ ക്യാരക്ടറുള്ള ഇവർക്കാണ്. നാട്ടുകാർ നല്ല അഭിപ്രായം ഇവരോടില്ല. ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർ തീർത്തും വിശ്വസിക്കുന്നു. ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി അയാളൊരു മന്ത്രവാദിയാണ്. അല്പസ്വല്പം തട്ടിപ്പും ഉണ്ടാവും. അയാൾ 30 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പേട്ട പോലീസ് സ്റ്റേഷൻ ഒരു പരാതി നേരത്തെ കൊടുത്തിരിക്കുന്നു ശ്രീധു. ഇപ്പോഴും അവരുടെ വീട്ടിലെ പരിസരമൊക്കെ നമ്മൾ നോക്കുമ്പം ആ മരണത്തിന് ശേഷമോ തൊട്ട് മുമ്പോ അല്ലെ കുട്ടിയെ കിണറ്റിലെടുത്ത് ഇടുന്നതിന് തൊട്ട് മുമ്പോ ശേഷമോ ആ വീട്ടിലെ ഈ പ്രതിയായ ഹരികുമാർ താമസിച്ച മുറിയിലെ കട്ടിൽ കത്തിക്കുകയുണ്ടായി. അതൊരു മാനസിക വിഭ്രാന്തിയിൽ വന്ന ഒരു കാര്യം തന്നെയാണ്. അയാൾ തന്നെ കത്തിച്ചു. അയാളൊരു കുറ്റം ചെയ്ത് ന്യായീകരിക്കാൻ വേണ്ടി കത്തിച്ചതാണോ? അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഏതായാലും കൊച്ചിനെ എടുത്ത് കിണറ്റിലിട്ടത്
ഹരികുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം അതിലെ പുതിയ കഥാപാത്രം അയാൾ പണം വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ എവിടെയെങ്കിലും പണം വന്നിട്ടുണ്ടോ, അതൊക്കെ കണ്ടെത്താനായിട്ട് പോലീസ് ശ്രമിക്കുകയാണ്. ഇവർ കൊടുത്ത പണം ഏത് രീതിയിലാണ് അയാൾക്ക് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റായിട്ട് കൊടുത്തു, അത് ബാങ്കിൽ കൂടെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളും വരാനുണ്ട്. ഏതായാലും അയാളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം പോലീസ് പരിശോധിക്കുന്നു. അയാളെ ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്തിട്ട് ഇന്നലെ വൈകിട്ട് വിടുകയും ചെയ്തു. ഇപ്പോഴേ ഈ കുട്ടിയുടെ അമ്മ പൂജപ്പുരം മകളാ മന്ദിരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പോലീസ് ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുമുണ്ട്. എങ്കിലും പൊതുവെ നോക്കിക്കഴിയുമ്പോൾ അല്പ ദുരൂഹത ഈ കേസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പോലീസ് ആ ദുരൂഹത നീക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഭർത്താവായ ശ്രീജിത്തും ശ്രീജിത്തിന്റെ പിതാവും ശ്രീതു എന്ന ശ്രീജിത്തിന്റെ ഭാര്യയെ പറ്റി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് അവളാണ് ഇതിന്റെ പിന്നിലെന്നും അവരെ പറ്റി എതിർപ്പ് പറഞ്ഞു. ഇവർ തമ്മിലുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാകാം. എന്നാലും ശ്രീജിത്തിന്റെ പിതാവും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവർക്കെതിരായിട്ട് മൊഴി കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ, ഇതിന്റെ ദുരൂഹത മാറ്റണം, ഇതിനകത്ത് ഹരികുമാർ മാത്രമാണ് ഇത് ചെയ്ത്, ഹരികുമാർ മാത്രമാണ് പ്രതിയെങ്കിൽ എന്തിന് ചെയ്തു എന്നുള്ള പ്രസക്തമായ ചോദ്യം നിൽക്കുന്നുണ്ട്. മോട്ടീവ് വേണം. കാരണം ഇതാരും കണ്ടവരില്ല, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് ഈ കേസ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ മോട്ടീവ് കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തണം, പറയുകയും ചെയ്യണം, കുറ്റച്ചാർജിനകത്ത് അത് വരികയും ചെയ്യണം. അതുകൊണ്ട് കുറച്ച് ദിവസം സമയമെടുക്കും ഈ ദുരൂഹമായ ഈ കേസിന്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടെത്താൻ. അതേ സമയത്ത് ഇവര് ഈ സ്വാമി അല്ലെന്നുണ്ടെങ്കിൽ പ്രദീപ് കുമാറും ശ്രീതുവും തമ്മിലുള്ള ബന്ധം എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ്, അതും അന്വേഷിക്കണം പോലീസ്. ഏതായാലും ഇതിനകത്ത് പോലീസ് ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ കൊച്ചിൻ്റെ DNA എടുക്കണം. അതിൻ്റെ അമ്മയുടെ ബ്ലഡ് സാമ്പിളും അപ്പൻ്റെ ബ്ലഡ് സാമ്പിളും എടുത്തിട്ട് ഇതിൻ്റെ DNA ഈ കുട്ടി അത് അങ്ങനെ ഒരു പ്രശ്നം ഇതിൻ്റെ പിന്നിലുണ്ടോ അതും നോക്കേണ്ടിയിരിക്കുന്നു. പോലീസ് ആ DNA കൂടെ പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ദുരൂഹത കുറേ മാറാം, മോട്ടീവ് എന്താണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എത്താനുള്ള സാധ്യത ഈ DNA പരിശോധനയിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പോലീസിന് സ്വല്പം കൂടെ സമയം വേണ്ടി വരും ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താൻ. എന്തുകൊണ്ടാണ് ഇയാൾ കൊച്ചിനെ കൊന്നത്, അതിനൊരു തൃപ്തികരമായ ഉത്തരം കോടതി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അയാൾ റിമാൻഡിലാണ്, അയാളെ കസ്റ്റഡി ഇപ്പം പോലീസ് വാങ്ങിക്കും. പക്ഷേ ഇയാൾ വ്യത്യസ്തമായി കോൺട്രഡിക്ടറി ആയ സ്റ്റേറ്റ്മെന്റുകളാണ് പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്, പിന്നെ അവിടെ നിന്ന് മാറും. അപ്പോൾ ഒരു മാനസികമായ അല്പസ്വല്പം പ്രശ്നങ്ങൾ അയാൾക്കുണ്ട് എന്ന് തന്നെയാണ് കരുതാൻ. അതേ സമയത്ത് ഇയാൾ പൂജയ്ക്കും ഒക്കെ ഈ മുട്ടസ്വാമിയുടെ ഒപ്പം പോവുകയും സഹായിയായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രവാദവും തട്ടിപ്പും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് മുട്ടസ്വാമി എന്നാണ് പൊതുവെ ആ ശംഖുമുഖത്തുള്ളവരും അയാളെപ്പറ്റി അറിയാവുന്നവരൊക്കെ പറയുന്നത്. പക്ഷെ അയാൾക്ക് പണത്തിനോട് യാതൊരു താല്പര്യമില്ല, മോട്ടീവ് ഇല്ല എന്നൊക്കെ അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പോലീസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദുരൂഹമായ ചില നീക്കങ്ങളാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ ഹിസ്റ്ററി മോശമാണ്. കാരണം അവിടുത്തെ അമ്പലക്കാർ ഇയാളെ പുറത്താക്കുമായിരുന്നു, ശംഖുമുഖത്തിലെ അമ്പലത്തിൽ നിന്ന് ഇയാളെ പുറത്താക്കുമായിരുന്നു, ആ കമ്മിറ്റി മെമ്പറുമായിരുന്നു ഇയാൾ. എന്തായാലും ഇതിന്റെ ദുരൂഹത നീക്കി ഒരു കുറ്റച്ചാർജ് പോലീസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഹരികുമാറിനെ കസ്റ്റഡി വാങ്ങുകയും ശ്രീധുവിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്ത ശേഷം മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ, ഒരു കറക്റ്റ് ട്രാക്കിൽ പോലീസ് എത്തുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ DNA നോക്കണം, മാതാപിതാക്കൾ ആര് എന്ന് കണ്ടെത്തണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.